ക്യൂട്ടിയിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4th മൊഡ്യൂള്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും അതിന്റെ ഫിറ്റിംഗ്, എസ്സേക്ക് ചോദിക്കുന്ന ഫിറ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതിലെ രണ്ടാമത്തെ സെഷനാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കേണ്ടത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എം m raised to x divided by x factorial. I repeat, ഒന്ന് e raised to m, സ്മോൾ ലെറ്റർ m ആണ് എഴുതേണ്ടത്. then m raised to x divided by x factorial. ഇത് വായിക്കണം ഫാക്ടോറിയൽ എന്നാണ് കേട്ടോ വായിക്കുക. എന്റെ വോയിസ് സ്ക്രീൻ ഓക്കെ അല്ലേ? റെഡി അല്ലേ? ജസ്റ്റ് ഒന്ന് പറയാവോ? ജസ്റ്റ് വോയിസിലൊന്ന് പറയൂട്ടോ. വോയിസും സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ, ഓക്കെയാണ്. എന്നാ നമുക്ക് കണ്ടിന്യൂ ചെയ്യണേ. അപ്പൊ അതില് എം എന്ന വാല്യൂവും എക്സ് എന്ന വാല്യൂ ആണ് നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷന് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. എം എന്ന വാല്യൂ ആണ് മീൻ അഥവാ ആവറേജ് എന്ന് പറയുന്നത്. അത് കാണേണ്ട ഇക്വേഷൻ ആണ് എൻ പി ഇൻറ്റു പി എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, എം എന്ന വാല്യൂ മീൻ ആണ്, അല്ലെങ്കിൽ ആവറേജ് നമുക്ക് പറയാം. അത് കാണേണ്ട ഇക്വേഷൻ ആണ് എൻ ഇൻറ്റു പി എന്ന് പറയുന്നത്. ഇനി എന്താണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് ഇറ്റ് പ്രെഡിക്റ്റ് ഹൗ ഓഫൺ ആൻ ഇവന്റ് വിൽ ഹാപ്പൻ വിത്തിൻ എ സ്പെസിഫിക് പീരീഡ് ഓർ ഏരിയ. ഒരു സ്പെസിഫിക് പീരീഡിൽ, അഥവാ അടുത്ത മാസം, അടുത്ത ആഴ്ച, അടുത്ത വർഷം, ഒരു സ്പെസിഫിക് പീരീഡിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ, ഇപ്പൊ മലപ്പുറം ജില്ലയില്, അല്ലെങ്കിൽ കേരളത്തില്, അല്ലെങ്കിൽ ഇന്ത്യയില്, അങ്ങനെ ഒരു സ്പെസിഫിക് പീരീഡിലോ ഒരു ഏരിയയിലോ എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിക്കാനുള്ള, ഇവന്റ് വിൽ ഹാപ്പൻ, സംഭവിക്കാനുള്ള സാധ്യതയെ, പ്രോബബിലിറ്റിയെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഒന്നുകൂടെ പറയാണ്, ഒരു സ്പെസിഫിക് പീരീഡില് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയയില് ഒരു ഇവന്റ് സംഭവിക്കാനുള്ള സാധ്യതയെ, ഇവന്റ് വിൽ ഹാപ്പൻ, സാധ്യതയെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇനി എങ്ങനെയാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തിരിച്ചറിയാം? അതിന്റെ ഒരു ടെക്നിക്കാണ്. അവിടെ n അഥവാ നമ്പർ ഓഫ് ട്രയൽസ് ഏറ്റവും ലാർജ് ആയിരിക്കും, അഥവാ ഹൈ, വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പോ നമ്മളെ മലപ്പുറത്ത് ആക്സിഡന്റ്, മലപ്പുറം ജില്ലയിൽ അടുത്ത വർഷം ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യത ഒരിക്കലും നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുമ്പ് ബൈനോമിയല് 8 കോയിൻ ഡോസ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര ഡൈസ് ഡോസ് ചെയ്തു, ഇത്ര ബോൾ വീണു, ഇതൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അല്ലെ? 8 അവിടെ എന്ന് പറഞ്ഞാൽ 8 ആണ്, അല്ലെങ്കിൽ 6 ആണ്, അല്ലെങ്കിൽ 5 ആണ്, കൃത്യമായിട്ട് നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കേസ് ഇപ്പൊ ഞാൻ പറയാണ്, മലപ്പുറം ജില്ലയിൽ അടുത്ത വർഷം എത്ര ആക്സിഡന്റ് നടക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു 10,000 ആക്സിഡന്റ് ആണെങ്കിൽ ഈ വർഷം ചിലപ്പോൾ അത് 8,000 ആയിട്ട് ചുരുങ്ങാം, അല്ലെങ്കിൽ ഒരു 15,000 ആയിട്ട് കൂടാം, അല്ലെങ്കിൽ 10,000 തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. എന്തിനും സാധ്യത ഉണ്ട്. അതായത് കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, വേറെ ഇപ്പൊ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വരുന്ന കോളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ, ഇന്ന് ഒരു 10 കോളാണ് വന്നെങ്കിൽ അടുത്ത ദിവസം 10 ആവണം എന്നില്ല. അത് ചിലപ്പോൾ 15 ആവാം, അല്ലെങ്കിൽ 20 ആവാം, അല്ലെങ്കിൽ 8 ആവാം, അല്ലെങ്കിൽ 0 ആവാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്, ഒന്നെങ്കിൽ എന്ന് വെരി ലാർജ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ന് ഇൻഫിനിറ്റി ആയിരിക്കും, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തത്രയും വലുതായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള കേസിലാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ തിയറി ഇച്ചിരി പറയാണ്. തിയറി കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസസ് അണ്ടർ ദ സിറ്റുവേഷൻ. ഈ കാര്യങ്ങളൊക്കെ അതിന്റെ അസംഷൻസ് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്പർ ആണ് n കേട്ടോ. n ഈസ് വെരി ലാർജ്. അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ n ലാർജ്. ലാർജ് മീൻസ് വളരെ വലുതായിരിക്കും, നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല, അത്രക്കും വലുതായിരിക്കും. അല്ലെങ്കിൽ n ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റിയെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് വരിക കേട്ടോ, ഇൻഫിനിറ്റി ആയിരിക്കാം. പിന്നെ പറയുന്നത് ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈച്ച് ട്രയൽ ഈസ് വെരി സ്മോൾ. അവിടെ പി എന്ന് പറയുന്നത്, ഇങ്ങനെ ഓർത്താൽ മതി, പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് അതിന്റെ അസംഷൻസ് ആണ്. പിന്നെ എൻ പി, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എം ആണ്, അഥവാ മീൻ ആണ്. എൻ പി എന്ന് പറയുന്നത് മീൻ ആണ്. അതിന്റെ മറ്റൊരു പേരാണ് ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്. അതിന് മറ്റൊരു പേര് ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ് എന്ന് പറയാം. ജസ്റ്റ് ചുമ്മാ അസംഷൻ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അതിന്റെ എക്സാമ്പിള് നമ്പർ ഓഫ് ആക്സിഡന്റ്. ഇനി പരീക്ഷയ്ക്ക് മിക്കവാറും ആക്സിഡന്റ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മളോട് പറയും, ക്വസ്റ്റ്യൻ തന്നെ പറയും ഇത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരിക.
അല്ലെങ്കിൽ നമ്മൾ നോക്കുക അവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പിയും ക്യൂ ഒക്കെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അല്ലെങ്കിൽ സക്സസ്, ഫെയിലിയർ ഈ വാക്കുണ്ടെങ്കിൽ അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ അത് പോസോൺ ആണെന്ന് അസ്യൂം ചെയ്യാം. നമുക്കതിൽ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോ കൂട്ടത്തിൽ ഇതിന്റെ അപ്ലിക്കേഷൻസ് ഇത് ഏതോ ഒരു തവണയായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എവിടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് ഓടിച്ചു പറയാണ്. ഒന്ന് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, അഥവാ നമ്മളെ റേഡിയോ വികിരണങ്ങൾ ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ട്, അതിന്റെ കൗണ്ട്, അതിന്റെ എണ്ണം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊന്നല്ല കേട്ടോ, നിങ്ങൾക്ക് ഏതും പറയാൻ പറ്റും. പിന്നെ അടുത്തത് നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് അറ്റ് എ ഗിവൺ സ്വിച്ച് ബോർഡ് പെർ സ്മോൾ യൂണിറ്റ് ഓഫ് ടൈം. ഒരു സമയത്ത് ഒരു സ്വിച്ച് ബോർഡിൽ വരുന്ന ടെലിഫോൺ കോളുകൾ നോക്കാൻ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്പർ ഓഫ് ഡെത്ത് പെർ ഡേ ഓർ വീക്ക് ഡ്യൂ ടു റയർ ഡിസീസസ്. ഇപ്പൊ നമ്മൾ കൊറോണ പോലത്തെ എന്തെങ്കിലും അസുഖം വന്നാൽ അതുമൂലം ഉണ്ടാവുന്ന ഡെത്ത്, അല്ലെങ്കിൽ അതുമൂലം എത്ര ആളുകൾക്ക് രോഗം ബാധിച്ചു, ഇല്ലേ? ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ കൊറോണന്റെ സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ നമുക്ക് അറിയാൻ പറ്റൂലേ, നമ്മളിങ്ങനെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാവും. മീൻസ് ഇന്ന് എത്ര ആൾക്ക് ബാധിച്ചു, എത്ര ആൾ മരണപ്പെട്ടു, അല്ലെ? അതിങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം നമ്മൾ ഓർത്ത് നോക്കിയേ. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് ഇന്ന് എത്ര ആൾക്ക് കൊറോണ വന്നിട്ടുണ്ടാവും, അല്ലെ എത്ര ആൾ ഇത് മൂലം മരണപ്പെട്ടിട്ടുണ്ടാവും, ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഡെത്ത് അല്ലെങ്കിൽ ആളുകൾക്ക് രോഗം ബാധിക്കുന്നത്. പിന്നെ ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ടു ഫൈൻഡ് ദ പ്രൊപ്പോർഷൻ ഡിഫക്റ്റ് ഒരു മെഷീനറിയിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ, ഒരു ഫാക്ടറിയിൽ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റിൽ എത്ര ഡിഫക്റ്റ് ആവും. ഡിഫക്റ്റ് മീൻസ് കേടൊന്നു പോകും എന്ന് പറയാന്. പിന്നെ ദ കൗണ്ട് ഓഫ് ബാക്ടീരിയ പെർ CC എന്നുള്ള അതിന്റെ ഒരു അളവാണ് ഇൻ ബ്ലഡ്, നമ്മളെ ബ്ലഡിലുള്ള ബാക്ടീരിയാസിന്റെ അളവ്, അല്ലെ? ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എത്ര എണ്ണം എന്ന് പറയാൻ പറ്റൂല. 25 ബാക്ടീരിയ ആണ് എന്റെ ബ്ലഡിൽ എന്നൊന്നും പറയാൻ പറ്റൂല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻഫിനിറ്റി ആയിട്ട് എത്രയും ആവാം, അല്ലെ? എത്രയും ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത്തരത്തില് എന്ന് കൃത്യമായിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഓഫ് മിസ് പ്രിന്റ്സ് പെർ പേജ് ഓഫ് ബുക്ക്. അതായത് ഒരു പേജിൽ, നമ്മളൊരു ബുക്കിൽ, ഒരു നോട്ട് ബുക്കിൽ നമ്പർ മീൻസ് പ്രിന്റ് ചെയ്യാത്ത, അങ്ങനെ നമ്മൾ കള്ള പേജ് എന്നൊക്കെ പറയാം, അറിയുന്നുണ്ടാവും. അപ്പോൾ പ്രിന്റ് ചെയ്യാത്ത പേജുകൾ എത്ര ഉണ്ട്? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു ഇപ്പൊ ഇതിന് പുറമെ കേട്ടോ, ഇതല്ലാണ്ട് ഞാൻ പറയാണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ്, എത്ര കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഈ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇതാണ് അതിന്റെ അപ്ലിക്കേഷൻസ്. വോയിസ് ക്ലിയർ അല്ലേ? ഇതൊക്കെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതാണ് ഞാൻ ഓടിച്ചു പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ വോയിസ്? ഓക്കെ. ഇനി ലോഗരിതം ടേബിൾ നിങ്ങൾ കയ്യിലെടുക്കുക. അതില് പേജ് 11 ഒന്നാമത്തെ കോളം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതില് രണ്ടാമത്തത്, 1 മിനിറ്റ്, നമ്മളത് റെക്കോർഡ് ആവുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? റെക്കോർഡ് അല്ലേ? ഒന്ന് നോക്കാവോ? ഓക്കെ, റെഡി. ഈ OCD എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, സൈക്കോളജിയിൽ നമ്മൾ പറയുന്നത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചെയ്തത് വീണ്ടും ചെയ്തുക്കണോ എന്നുള്ള അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരിക. അത് നമുക്ക് പിന്നെ പറയാം, അത് വേണമെങ്കിൽ പിന്നെ ചോദിച്ചോ. ചെറുതായിട്ട് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. പോട്ടെ. ഈ ടേബിൾ എടുക്കുക. അതിൽ ഫസ്റ്റ് കോളം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, കോളം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഈ വാല്യൂസ് നമ്മൾ നോക്കി ഇക്വേഷൻ നോക്കിയേ. ഇക്വേഷൻ നമ്മൾ E റൈസ് ടു M എന്ന് പറഞ്ഞിട്ടുണ്ട്. E റൈസ് ടു M, അതിന്റെ വാല്യൂ കണ്ടെത്താനാണ് നമ്മൾ ഈ ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോ സപ്പോസ്, ശരിക്കും ശ്രദ്ധിക്കട്ടോ, ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. E റൈസ് ടു 4 എന്ന് ചോദിച്ചാൽ കറക്റ്റ് ശ്രദ്ധിച്ചോളി. E റൈസ് ടു 4, ആ 4 എന്ന വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. കണ്ടോ, ഇവിടെ M എന്നുള്ള കോളം ഉണ്ടല്ലോ, അവിടെ 4 എന്നുള്ള വാല്യൂ എടുക്കുക, 4 എന്നുള്ള വാല്യൂ എടുക്കുക. പിന്നെ 0 എടുക്കുക, 4ൽ 0, അപ്പോ 0.0183 എന്ന് കിട്ടും. കണ്ടോ, 0.0183 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം, E റൈസ് ടു 4.5, ഇത് പോയിന്റ് ആട്ടോ. E റൈസ് ടു 4.5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 4 എടുക്കുക. കണ്ടോ, ഈ നീളത്തിലുള്ള കോളം ഇവിടെ ഇങ്ങനെ പോയാൽ 0.5 അല്ലെ, 0.5 എടുക്കുക. അപ്പൊ 4ൽ 0.5 നോക്കുമ്പോൾ നമുക്ക് വാല്യൂ ഇതായിരിക്കും കിട്ടുക അല്ലെ, 0.0111. നോക്കിയ ആൻസർ 0.0111. ഞാൻ പറയാം നിങ്ങളോട്,
e⁵ കാണാൻ പറഞ്ഞാല് e⁵ കാണാൻ പറഞ്ഞാല് നമ്മൾ എവിടെ പോകും? ഇതാ 5 എടുക്കും, 5 0 അല്ലെ? ജസ്റ്റ് e⁵ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, 5 പോയിന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ 5 0 എടുക്കും, 5 0.0067 എന്ന് കിട്ടും. ഓക്കെ, 0067 എന്ന് കിട്ടും. ഇനി ഞാൻ നിങ്ങളോട് പറയാണ് e⁵ 5.2 അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5 0.2 എടുക്കും, പോയിന്റ് അല്ലെ? ഇവിടെ 5 കൊടുക്കും, മുകളില് 0.2 കൊടുക്കും. അപ്പൊ 0.0055 എന്ന് വരും, 0.0055 എന്ന് വരും. ഇതാണ് ഈ ടേബിള് നോക്കിയിട്ട് വാല്യൂ കണ്ടെത്തേണ്ടത്. ഇനി ഞങ്ങളോടൊരു ചോദിക്കാണേ, എല്ലാവരും നോക്കിയേ, നിങ്ങളോട് ചോദിക്കാണ്, കറക്റ്റ് പറയുന്നത് കേട്ടോ. e⁵ ഒരു മൈനസ് ഇടും, മൈനസ് നമ്മൾ പറയൂല കേട്ടോ. 6.4 വാല്യൂ കാണണം. ചോദ്യമാണ് e⁻6.4. ഒന്ന് ടേബിൾ നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞാണേ. 6.0017. യെസ്, വെരി ഗുഡ് അല്ലെ? 6 ഇവിടെ എടുക്കും നമ്മള്, പിന്നെ 0.4 നേരെ മുകളിൽ അല്ലെ? മുകളിൽ 0.4, അപ്പൊ 0.0017 എന്ന ആൻസർ കിട്ടും. 0.0017. യെസ്, 0.0017. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ചോദ്യം കൂടെ. e⁻7.9 എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് കാണും? 7.9 പെട്ടെന്ന് പറഞ്ഞോളൂ. 7 ഇവിടെ എടുക്കും, 0.9 ലാസ്റ്റാ വരുന്നത്, 0.0004 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ നോക്കിയിട്ട് വാല്യൂ കാണുക. പിന്നെ അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നോക്കിയേ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഫാക്ടോറിയൽ അത് വായിക്കുന്ന ഫാക്ടോറിയൽ എന്നാണ് കേട്ടോ. എക്സ് ഫാക്ടോറിയൽ അത് കണ്ടെത്തേണ്ട മെത്തേഡും കൂടെ ഒന്ന് പറയുകയാണെ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1, അഥവാ 1 വരെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ചെയ്യുക. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1. നമ്മൾ പണ്ടൊരു പാട്ടുണ്ടല്ലോ, 1-ാം മല കയറി പോകാലോ അവിടുന്ന് തലകുത്തി മറിയാലോ, 2-ാം മല കയറി പോകാലോ അവിടുന്ന് തലകുത്തി മറിയാലോ. ആ പരിപാടിയാണ് ഇതിൽ വരുന്നത് അല്ലെ? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2 × 1. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വരും? ഒന്ന് പറഞ്ഞാണിയേ. 7 × 6 × 5 × 4 × 3 × 2 × 1. അതന്നെ, 1 വരെ, അഥവാ 7 × 6 × 5 × 4 × 2 × 1. അത്രേ ഉള്ളൂ ഫാക്ടോറിയൽ കണ്ടെത്താൻ കേട്ടോ. ഇത് രണ്ടുമാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നേരിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരികയാണ്. ഈ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരും, അടുത്ത പ്രോബ്ലം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. നോക്കിയേ, ഈ 3% ഓഫ് ഇലക്ട്രിക് ബൾബ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആപ്ലിക്കേഷനിൽ ഡിഫക്റ്റീവിന്റെ കണക്കൊക്കെ നോക്കാൻ നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു കമ്പനി ഇലക്ട്രിക് ബൾബ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്, വലിയൊരു കമ്പനിയാണ്. അവരൊരുപാട് ഇലക്ട്രിക് ബൾബുകൾ ഉണ്ടാക്കാറുണ്ട്. അവരുണ്ടാക്കുന്നതിൽ 3% ബൾബ് ഡിഫക്റ്റീവ് ആണ്. 3% ബൾബുകൾ ഡിഫക്റ്റീവ് ആണ്. ഡിഫക്റ്റീവ് മീൻസ് അത് കേടൊന്നു പോവാറുണ്ട്. ഒന്നുകൂടെ പറയാണ്, ഒരു കമ്പനി ഉണ്ടാക്കുന്ന ബൾബുകളിൽ 3% ഡിഫക്റ്റീവ് ആണ്. ഇനി നമ്മളോട് പറയാണ് ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്. നമ്മളൊരു 100 ബൾബ് എടുത്ത് നോക്കി, ഒരുപാട് ബൾബ് അവർ ഉണ്ടാക്കുന്നുണ്ട്, അന്നൊരു 100 എടുത്ത് നോക്കി. എന്നിട്ട് നമ്മളോട് പറയാണ് എക്സാക്ട്ലി 5 ബൾബ് ആർ ഡിഫക്റ്റീവ്. നമ്മളോട് കണ്ടെത്താണ് നമ്മൾ എടുത്ത 100 ബൾബില് 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത. ഐ റിപ്പീറ്റ്, നമ്മൾ എടുത്ത 100 ബൾബില് 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞാണേ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ആൻസറിലേക്ക് പോവാണേ. നമുക്കറിയാം ഇവിടെ ആകെ നമുക്ക് വേണ്ട ഒരേ ഒരു വാല്യൂ ഒന്ന് എക്സ് നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് എത്രയെന്ന് പറയാൻ പറ്റും ഇതില്? എക്സ് 5 ആണോ? 5 ആണ്. യെസ്, 5 ആണ്. അതിലൊന്നും നോക്കണ്ട, എന്താണോ ചോദിച്ചിട്ടുള്ളത് അതാണ് എക്സ്. ഇവിടെ നോക്കിയേ, എക്സാക്ട്ലി 5 ബൾബ് ആർ ഡിഫക്റ്റീവ്. 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എക്സ് 5 ആണ്. പിന്നെ നമുക്ക് വേണ്ട ആകെ ഒരു വാല്യൂ എന്ന് പറയുന്നത് എം ആണ്. എം അഥവാ മീനാണ്. ചില ക്വസ്റ്റ്യനിൽ മീന് നേരിട്ട് തരും. അപ്പൊ മീൻ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ഒന്നും വേണ്ട, ആ 5 എടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ പറയും ആവറേജ് 6 ആണ്
അല്ലെ. അപ്പൊ 6 ആണ് നമ്മൾ അതിൽ എം ആയിട്ട് എടുക്കേണ്ടത്. ആവറേജ്, മീന് എന്നൊക്കെ പറഞ്ഞു തരാണെങ്കിൽ ആ വാല്യൂ എടുക്കണം. ഇവിടെ അങ്ങനെ മീൻ എന്ന് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ ഉണ്ട് എൻ ഇൻറ്റു പി. എം കാണേണ്ട ഇക്വേഷൻ ആണ്, നമുക്കറിയാം എൻ ഇൻറ്റു പി. ഇവിടെ എൻ അറിയുന്ന നമ്പർ, ടോട്ടല് 100 ബൾബാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എൻ എന്ന് പറയുന്നത് 100 ആണ്. പി എന്ന് പറയുന്നത് ഒരു ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത, അല്ലെ, ഒരു ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 3%. 3% എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതും, 3/100, അല്ലെ. 3% എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, 3/100. അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുക 0.03 എന്നാണ് കേട്ടോ. 3/100 ആണ് 3%. അപ്പൊ എൻ എന്ന് പറയുന്നത്, ഇവിടെ എൻ എന്ന് പറയുന്നത് 100 ബൾബാണ്, അപ്പൊ 100 ആണ്. പിന്നെ 3% എന്ന് പറയുന്നത് 0.03 ആണ്. അപ്പൊ 100 × 0.03 ഇവിടെ മീൻ അഥവാ എം എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. ഈ എം കിട്ടിയത് ക്ലിയർ ആണോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ മീന് അഥവാ എം ഇവിടെ 3 എന്ന് കിട്ടി, അല്ലെ. അതായത് എൻ പി ആണ്. എൻ എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ പ്രോബബിലിറ്റി അഥവാ ഒന്ന് ഡിഫക്റ്റീവ് ആയുള്ള സാധ്യത എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3% ആണ്. 3% അറിയുമ്പോൾ 3/100 ആണ്. അതിന് നമ്മൾ 0.03 എന്ന് എഴുതി. അപ്പൊ എൻ ഇൻറ്റു പി അഥവാ 100 × 0.03 3 ആണ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. കറക്റ്റ് നോക്കേ ഇക്വേഷനിൽ എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ കാണുന്നത് എന്നുള്ളത് കേട്ടോ. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ എഴുതിക്കോളെ, കറക്റ്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ എഴുതാൻ പോണേ. ആദ്യം നമുക്കറിയാം, ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. x 5 ആണ്. അപ്പൊ ഞാൻ എഴുതാണ് p of x അഥവാ p of 5 is equal to, ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എഴുതാം കേട്ടോ, p of x is equal to e raised to m. അവിടെ മൈനസ് എന്ന് എഴുതിയിട്ട് എഴുതണം കേട്ടോ. അത് ശ്രദ്ധിക്കണേ, മൈനസ് എന്ന് എഴുതിയിട്ടാണ്, ഒരു വര വരച്ചിട്ടാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ e raised to m എന്ന് എഴുതുക. അവിടെ എം എന്നുള്ളതിന്റെ പകരം നമ്മൾ ആ വാല്യൂ ആണ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് എം കിട്ടിയിട്ടുള്ളത് 3 ആണ്. അപ്പൊ ഞാൻ e raised to m അഥവാ e raised to 3 എന്ന് എഴുതി. ഇൻറ്റു m raised to അഥവാ 3 raised to, അല്ലെ, m raised to x ആണ്. x നമുക്ക് ഇവിടെ 5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ e raised to x അഥവാ e raised to 3 ഇൻറ്റു m raised to x അഥവാ 3 raised to ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ. x എന്ന് പറയുന്നത് 5 ആണ്. 5 ഫാക്ടോറിയൽ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, e raised to x അഥവാ e raised to 3 ഇൻറ്റു m raised to x അഥവാ 3 raised to 5 ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ അഥവാ 5 ഫാക്ടോറിയൽ. ഇനി e raised to 3 എന്നതിന്റെ വാല്യൂ ഒന്ന് വേഗം കണ്ടാണ്. ഇതാ ടേബിൾ ഇതാ. e raised to 3 എന്നതിന്റെ വാല്യൂ എത്രയാണ്? ടേബിൾ നോക്കിയിട്ട് പറയൂ. ഇവിടെ പറഞ്ഞോളൂ. യെസ്, ഇതാണ് എം എന്നത്. ദാ മീന് എന്ന് പറയുന്നത് എം ആണ്. എം നമ്മൾ ഇവിടെ n × p വെച്ച് കണ്ടു, 100 × 0.03 വെച്ച് കണ്ടു. ഈ 3 കിട്ടി. എം ആണ് ഈ 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഇതാ e raised to m അല്ലേ. ഇക്വേഷൻ നോക്കിയേ, e raised to m ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, e raised to 3 എന്ന് എഴുതി. m കാൽക്കുലേറ്റ് ചെയ്തപ്പോ നമുക്ക് 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ e raised to 3 എന്നുള്ളത് e raised to 3 എന്ന് എഴുതി. ക്ലിയർ ആണോ? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത ആ 3 ഉണ്ടല്ലോ, അതാണ് e raised to 3 എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ ടേബിൾ നോക്കിയിട്ട് പറഞ്ഞാണ് 3ന്റെ വാല്യൂ എത്രയാണ്? e raised to 3ന്റെ വാല്യൂ എത്രയാണ്? 0.0498. യെസ്, വെരി ഗുഡ് 0.0498. 0.0498. കാരണം 3 മാത്രമേ ഉള്ളൂ. അപ്പൊ 3ല് 0 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ 3.5 ഒക്കെയാണ് നമ്മൾ വേറെ വാല്യൂ എടുക്കുക. പക്ഷെ ഇവിടെ 3 മാത്രമേ ഉള്ളതുകൊണ്ട് 3ൽ 0 എടുത്തു. 0.0498. അപ്പൊ നമ്മൾ എഴുതി ഇതാട്ടോ. ആൻസർ ചെയ്താണ് 0 ഉണ്ടല്ലോ അല്ലെ, 0498.
അപ്പൊ അതിന്റെ വാല്യൂ കിട്ടി കേട്ടോ, 04980 എന്ന് കിട്ടി. ഇൻറ്റു എം റൈസ് ടു എക്സ് ആണ്. എം നമുക്കറിയാം 3 ആണ്, മീന് 3 ആണ്. റൈസ് ടു എക്സ് അഥവാ 5. 3 റൈസ് ടു 5 ഒന്ന് കണ്ടാണ്, 3 × 3 × 3 × 3 × 3 5 തവണ മൾട്ടിപ്ലൈ ചെയ്യാം. 243. ഓക്കെ, അപ്പൊ 3 റൈസ് ടു 5 243 എന്ന് കിട്ടി, 243 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എങ്ങനെയാണ്? 5 × 4 × 1 വരെ. 5 × 4 × 3 × 2 × 1 ഒന്ന് വേഗം ചെയ്താണ്. 5 × 4 × 3 × 2 × 1 120 അല്ലേ? ഓക്കെ, 120 എന്ന് കിട്ടും, 120 എന്ന് കിട്ടും. എന്നാ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, 0.0498 × 243 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 120 ചെയ്യുക. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാണ് 0.498 × 243 ഡിവൈഡഡ് ബൈ 120. 0.10008 അല്ലേ? 0.1008. അപ്പൊ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ 100 ബൾബ് നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ 5 എണ്ണം ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.1008 അല്ലെ? ഇതന്നെയല്ലേ നമുക്ക് കിട്ടിയത്, 0.1008. അപ്പൊ ഇങ്ങനെയാണ് ഓസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കാൽക്കുലേഷൻസ് ചെയ്യുക. ക്ലിയർ ആണോ? ഇത് ചെയ്ത് ക്ലിയർ ആണോ? ഇത് ഇതിൽ സിമ്പിൾ പ്രോബ്ലം ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 2 മാർക്കിന് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അല്ലേ? ഉണ്ട്. യെസ്, 2 മാർക്കിനോ 5 മാർക്കിനോ? 5 മാർക്കിനാ സാർ, 5 മാർക്കിനാ. യെസ്, അതെ 5 മാർക്കിന്. അതെ 2 വർഷം മുമ്പേറ്റം തോന്നുന്നുണ്ട് ഇതേ ഈ ചോദ്യം, സെയിം ചോദ്യം കേട്ടോ. 2023 22 ക്വസ്റ്റ്യൻ പേപ്പറിലെ സാറേ. അതെ കണ്ടോ, നോക്കിയ സെയിം ക്വസ്റ്റ്യന് സെയിം വാല്യൂസ് വെച്ചിട്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും ഇത് വേണ്ട ചെയ്യാൻ കേട്ടോ, അത്രേ ഉള്ളൂ സാധനം. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി. എന്നാ അതില് വേറൊരു മോഡല് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇത് നിങ്ങൾ പറയണേ. നോക്കാം, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ബേജാറൊന്നും വേണ്ട. നമുക്ക് അതിൽ 2 വാല്യൂസ് മാത്രം, ഞാൻ അവിടെ റെഡിൽ മാർക്ക് ചെയ്ത് മാത്രം മതി, ബാക്കിയൊക്കെ കഥ പറയാണ്. എന്തായാലും നമുക്ക് കഥ കേൾക്കാം. ഇറ്റ് ഈസ് നോൺ ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ എ സർട്ടൻ പ്ലാന്റ്, ഒരു പ്ലാന്റിൽ, ഒരു ഫാക്ടറിയിൽ, ദർ ആർ ഓൺ ദ ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്. നോക്കണേ, ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് പെർ മന്ത്. ഒരു മാസം 4 ആക്സിഡന്റ് നടക്കാറുണ്ട്. ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് പെർ മന്ത്. ഒരു മാസത്തിൽ ആവറേജ് ഏകദേശം 4 ആക്സിഡന്റ് നടക്കാറുണ്ട്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ ഗിവൺ ഇയർ, നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഇയറിൽ ദർ വിൽ ബി ലെസ് ദാൻ 3 ആക്സിഡന്റ്. 3ൽ താഴെ, ശരിക്കും ശ്രദ്ധിച്ചോളി, ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. 3ൽ താഴെ ആക്സിഡന്റ് ലെസ് ദാൻ 3 ആണ് കേട്ടോ. 3ൽ താഴെ ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത എത്ര? ഇവിടെ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്, നോക്കിയേ, അസ്യൂം ഓസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ തരാറുണ്ട് കേട്ടോ. അധികം ഇനിയിപ്പോ തന്നില്ലെങ്കിലും എഴുതല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ തരാറുണ്ട് പൊതുവെ. അസ്യൂം ഓസോൺ ഡിസ്ട്രിബ്യൂഷൻ. എന്ത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നമുക്ക് വേണ്ടത് 2 വാല്യൂ, ഒന്ന് എക്സും ഒന്ന് എമ്മും അല്ലെ? ഓസോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഈ 2 വാല്യൂസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാണ്, ഒരു പ്ലാന്റില് ആവറേജ് 4 ആക്സിഡന്റുകൾ ഒരു മാസം നടക്കാറുണ്ട്. ഇനി നമ്മളോട് പറയാണ്, നമുക്ക് തന്ന വർഷത്തില് 3ൽ താഴെ ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത എത്ര? ചോദ്യം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എം എത്രയാണ്, മീൻ എത്രയാണ്? 4. യെസ്, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമല്ല, നേരെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആവറേജ് അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് മീൻ എന്ന് പറയുന്നത്, ആവറേജ് എന്ന് പറയുന്നത്, അതാണ് എം എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് NP വെച്ചിട്ടൊന്നും കാണാൻ പോകണ്ട, നേരിട്ട് നമുക്ക് ആവറേജ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോ എം 4 എങ്ങനെ? അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ ഇവിടെ ആവറേജ് അഥവാ മീന് 4 ആണ്. ഇതിന്റെ ചോദ്യം എക്സ് എത്രയാണ്?
അപ്പൊ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കി, ലെസ് ദാൻ 3 ആണ്. 3 ആക്സിഡന്റ് ആണെങ്കിൽ എക്സ് 3 ആയിട്ട് എടുക്കാം നമുക്ക്. ശ്രദ്ധിക്കോ, 3 ആക്സിഡന്റ് ആണെങ്കിൽ എക്സ് 3 ആയിട്ട് എടുക്കുക, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ലെസ് ദാൻ 3 ആണ്, 3-ൽ താഴെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ആ സ്ഥാപനത്തില് അല്ലെങ്കിൽ ആ ഫാക്ടറിയിൽ എത്ര ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത ഉണ്ട്? 3-ൽ താഴെ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്മൾ കൂട്ടണം? 0, 1, 2. 3-ന്റെ താഴെ അറിയുമ്പോൾ 3-ന്റെ താഴെ അറിയുമ്പോൾ 3 വരൂല കേട്ടാ, അത് ഓർത്ത് നോക്കിയേ. 3-ന്റെ താഴെ അറിയുമ്പോൾ നമ്മൾ 3 കൂട്ടൂല. 2 ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത ഉണ്ട്, 1 ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത ഉണ്ട്, 0 ആക്സിഡന്റും നടക്കാനുള്ള സാധ്യത ഉണ്ട്. 2, 1, 0. 2 ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത, 1 ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത, 0 ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത. ഇത്രയും സാധ്യതകൾ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? പി ഓഫ് 2 കാണണം, പി ഓഫ് 1 കാണണം, പി ഓഫ് 0 കാണണം, എന്നിട്ട് അത് 3 കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ഓക്കെ, പി ഓഫ് 0 കാണണം, പി ഓഫ് 1 കാണണം, പി ഓഫ് 2 കാണണം, എന്നിട്ട് അത് 3 കൂടെ ആഡ് ചെയ്യണം. ഇതാണ് ഇതിന്റെ ആൻസർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ പറയാം, ഇതിൽ ഏതാ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞോളൂ. പി ഓഫ് 2 ആണോ, പി ഓഫ് 1 ആണോ, പി ഓഫ് 0 ആണോ? ആയിക്കോട്ടെ, പി ഓഫ് 0 ആണ്. അതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ഞാൻ അവിടെ കാണാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. പി ഓഫ് എക്സ് പകരം നമ്മൾ എഴുതി പി ഓഫ് 0, എക്സ് 0 ആയിട്ടാണ് എടുക്കുന്നത്, ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്, അവിടെ ഇ റൈസ് ടു 0, പിന്നെ എം റൈസ് ടു എക്സ്. അപ്പൊ എം അറിയണത് ആവറേജ് 4 ആണ് അല്ലെ, എക്സ് അറിയണത് 0, ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് അറിയണത് 0 ആണല്ലോ, 0 ഫാക്ടോറിയൽ. അപ്പൊ ഇ റൈസ് ടു 0 അതിന്റെ വാല്യൂ ഒന്ന് കണ്ടാണ് ഈ ടേബിൾ നോക്കിയിട്ട്. 0-ന്റെ വാല്യൂ പറയും 1 ആണ്. കണ്ടോ, 0-ൽ 0, 0-ൽ 0 നോക്കിയാൽ 1. അപ്പൊ ആൻസർ 1 ആണ്. അപ്പൊ ഞാൻ എഴുതാണ്, ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ഇൻറ്റു, പിന്നെ 4 റൈസ് ടു 0. അതൊന്ന് പറഞ്ഞാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 4 റൈസ് ടു 0യുടെ ആൻസർ എത്ര? യെസ്, 1 ആണ്. അതെപ്പോഴും ഓർത്തോണ്ടി, ഏത് സംഖ്യന്റെ മുകളിലും റൈസ് ടു 0 വന്നാൽ ആൻസർ 1 ആണ്. ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ, അതും 1 ആണ് കേട്ടോ. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. ചുരുക്കി പറഞ്ഞ നോക്കിയേ, സോറി കേട്ടോ, ഇതിന്റെ ചെറിയ പാളിച്ച നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിലൊരു പാളിച്ചുണ്ടെന്ന് പറഞ്ഞാണേ, മിസ്റ്റേക്ക്. ആ, ഇ റൈസ് ടു എക്സ് ആണ് ഞാൻ ഇവിടെ എഴുതിക്കുന്നത്. സോറി, ഇ റൈസ് ടു എക്സ് അല്ല, ഇ റൈസ് ടു എം ആണ് കേട്ടോ. അത് മാറിക്കണു, മനസ്സിലായില്ലേ? ഇ റൈസ് ടു എക്സ് അല്ല, സോറി, ഇ റൈസ് ടു എം ആണ്. അപ്പൊ ഇവിടെ ഇ റൈസ് ടു എത്ര വരിക? 0 അല്ല വരിക, എത്ര വരും? 4 ആണ് വരിക കേട്ടോ. സോറി, എന്റെ അടുത്ത് പറയുന്നതാണ്, നിങ്ങളാരും ശ്രദ്ധിച്ചില്ല ഒന്നും. ആയിക്കോട്ടെ. അപ്പൊ ഇ റൈസ് ടു 4, പിന്നെ ഓക്കെ, പിന്നെ കുഴപ്പമില്ല, 4 റൈസ് ടു 0 ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എന്നാ ഇ റൈസ് ടു 4-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാണ്, ടേബിൾ ഇതാ. ഇ റൈസ് ടു 4-ന്റെ വാല്യൂ പറഞ്ഞോളൂ. യെസ്, പോയിന്റ് ഇതാ 4 എന്ന് പറയുമ്പോൾ 40 കൊടുക്കുക, 0.0183, 0.0183. ഓക്കെ, ഞാൻ എഴുതാൻ പോവാണ്. ഇത് പാളിച്ച ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ. പോയിന്റ് എത്ര പറഞ്ഞു? 0.183. അപ്പൊ 0.0183 ഇൻറ്റു, ഇതിൽ പിന്നെ മാറ്റമല്ല, 4 റൈസ് ടു 0 അറിയുന്ന 1 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഇതിന്റെ ആൻസർ 0.0183 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1. അപ്പൊ ആൻസർ കിട്ടുക അത് തന്നെയാണ്, ആ വാല്യൂ തന്നെയാണ്, അതായത് 0.0183 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് ഏതിന്റെ ആൻസറാ? പി ഓഫ് 0 ആണ്. ഇനി പി ഓഫ് 1 കാണണം, പി ഓഫ് 2 കാണണം. നോക്കിയാൽ ഒന്ന് പെട്ടെന്ന് നോക്കിയേ. പി ഓഫ് 0 നമുക്ക് ഇതാ 0.0183 എന്ന് കിട്ടി. അതേപോലെ പി ഓഫ് 1 ഒന്ന് ഓടിച്ചു നോക്കുക കേട്ടോ. ഇ റൈസ് ടു 4, 4 റൈസ് ടു 1 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ.
നമ്മൾ അതിന്റെ വാല്യൂസ് കൊടുത്തു, അതിന്റെ ആൻസർ 0.0732 എന്ന് കിട്ടും. ഇനി അടുത്തത് പി ഓഫ് 2 എക്സ് 2 ആയിട്ട് കൊടുക്കുക. അപ്പോൾ e⁴, കാരണം എം മാറ്റല്ലല്ലോ, 4 തന്നെയാണ്. 4 എക്സ് 2 വന്നു ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അതിന്റെ ആൻസർ 0.1464 എന്ന് കിട്ടും. ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണേ. ഞാൻ ഫുൾ എഴുതാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, തീർന്നില്ല, അത് 3 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടിയ 3 വാല്യൂസും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഫൈനൽ ആൻസർ 0.237 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കാണാം. ക്ലിയർ അല്ലത്? നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം, നിർബന്ധമായിട്ടും വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. റെഡി അല്ലേ? ഓക്കെ. എന്നാ അടുത്തത് ഒരു കാര്യം, അവിടെ 4 16 അപ്പൊ ടേബിളത്തെ വാല്യൂ അതല്ലല്ലോ, ഏതാണ്? അത് മീനിന്റെ ഇത് കണ്ടല്ലേ, റൈസ് കണ്ടല്ലേ, e⁴ 0.0183 കിട്ടിയതാണോ ചോദിച്ചത്? മാത്രാണല്ലോ ടേബിളത്തത്. ഇത് മാത്രമാണ് ടേബിളിന്റെ വാല്യൂ. മറ്റേതൊക്കെ m⁻x ആണ്. ഇവിടെ m⁻x ആണ് 4:0. ഇവിടെ എക്സിന്റെ വാല്യൂ 1 ആണ്, ഇവിടെ എക്സിന്റെ വാല്യൂ 2 ആണ്. അതാണ് ഈ 1, 4, 16 വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഇല്ലല്ലോ. ഓക്കെ, എന്നാൽ ഈ ഭാഗം ഞാൻ ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ച് പറയാണ്. നെറ്റോൺ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, 2 രൂപത്തിൽ അതിൽ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഒന്ന് ആക്സിഡന്റിന്റെ കഥ പറഞ്ഞിട്ട്, 2 ഡിഫക്റ്റീവിന്റെ കഥ പറഞ്ഞിട്ട്. ഈ 2 രൂപത്തിൽ തന്നെയാണ് പൊതുവെ ഓസോണെന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത് കേട്ടോ. ഇൻ എ ടൗൺ 10 ആക്സിഡന്റ്, ശരിക്കും ശ്രദ്ധിച്ചോളെ. ഇൻ എ ടൗൺ, ഒരു ടൗണില് 10 ആക്സിഡന്റ് ടു പ്ലേസ് ഇൻ എ സ്പാൻ ഓഫ് 100 days. നമ്മൾ 100 ദിവസം എടുത്ത് നോക്കുമ്പോൾ 10 ആക്സിഡന്റ് നടക്കാറുണ്ട്. ഒന്നുകൂടെ പറയാൻ, ഇൻ എ ടൗൺ, ഒരു ടൗണില് 10 ആക്സിഡന്റ്സ് took place in a span of 100 days. നമ്മൾ 100 ദിവസം എടുത്ത് നോക്കുമ്പോൾ 10 ആക്സിഡന്റ് നടക്കാറുണ്ട് പൊതുവെ. അസ്യൂമിങ് ദാറ്റ് നമ്പർ ഓഫ് ആക്സിഡന്റ്സ് ഫോളോസ് പോസോൺ. കണ്ട, ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആക്സിഡന്റുകൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. പോസോൺ കണ്ട, പോയിസൺ ഇത് കണ്ടാൽ മതി കേട്ടോ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും പറയില്ല, ഫോളോസ് പോസോൺ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് 3 ആക്സിഡന്റ്. ഇത് പണി കിട്ടും. ഓക്കെ, അറ്റ്ലീസ്റ്റ് അഥവാ അറ്റ്ലീസ്റ്റ് എന്ന മിനിമം 3 ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത എത്രയാണെന്ന്. മിനിമം 3 ആക്സിഡന്റ്. അത് നടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, സോറി എന്നല്ല കേട്ടോ, എം അഥവാ മീന് ആവറേജ് എത്രയാണ് ഒന്ന് പറഞ്ഞാനേ. ഞാൻ ചോദിക്കട്ടെ, ആ ടൗണില് ആവറേജ് എത്ര ആക്സിഡന്റ് നടക്കും? 10 എന്ന് എഴുതാൻ പറ്റുമോ? ആവറേജ് 10 എന്നല്ല പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 100 ദിവസം എടുത്താൽ അതില് 10 ആക്സിഡന്റ് എന്നാ പറഞ്ഞത്. 100 ദിവസം എടുത്താൽ അതില് 10 ആക്സിഡന്റ്. അപ്പൊ എന്റെ ചോദ്യം, ആവറേജ് എത്ര ആക്സിഡന്റ് അവിടെ നടക്കാറുണ്ട്? ചോദ്യം മനസ്സിലായില്ല? ആവറേജ് യെസ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആവറേജ് ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ? നോക്ക, അതാണ് വേണ്ടത്, അതാണ് ആൻസർ കേട്ടോ. അതായത് 10 ആക്സിഡന്റ് നടക്കാറുണ്ട്. എത്ര ദിവസം? 100 ദിവസത്തിൽ 10 ആക്സിഡന്റ്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ആവറേജ് ഉണ്ടാക്കണം. അതിന്റെ ഏകദേശം ആവറേജ് ഉണ്ടാക്കണം. അപ്പൊ 10/100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻസർ 0.1 എന്ന് കിട്ടും. ഇവിടെ എം എന്ന് പറയുന്നത് 0.1 ആണ് കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോളി. അപ്പൊ ഇതൊരു ലോജിക്കാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ NP അല്ല ചെയ്യേണ്ടത്, ഇവിടെ നമ്പറും അല്ല തന്നിട്ടുണ്ട്. ആവറേജ് എന്നുള്ള ആ ഒരു ടേം മൈൻഡിൽ ഉണ്ടാവണം. ഒന്നുകൂടെ പറയാണ്, 10 ആക്സിഡന്റ് 100 ദിവസത്തിൽ നടക്കാറുണ്ട്. 100 ദിവസത്തിൽ 10 ആക്സിഡന്റ് നടക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്ര ആക്സിഡന്റ് നടക്കും? ഏകദേശം എത്ര ആക്സിഡന്റ് നടക്കും? ഇതാണ് ഇവിടെ എം ആയിട്ട് എടുക്കേണ്ടത്. ഇനി എക്സിന്റെ കാര്യത്തിൽ ഇവിടെ പാളും കറക്റ്റ് നോക്കിക്കോളെ. ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് 3 ആക്സിഡന്റ്. ഒരു ദിവസം 3 ആക്സിഡന്റ് നടക്കാനുള്ള അറ്റ്ലീസ്റ്റ് മിനിമം എന്നാ പറഞ്ഞത്.
മിനിമം 3 ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത. ഞാൻ ചോദിക്കട്ടെ, മിനിമം 3 പറഞ്ഞാൽ ഏതൊക്കെ നമ്മൾ കൂട്ടാം? 3 ആക്സിഡന്റ് വരാം അല്ലെ, 4 വരാം, 5 വരാം, 6, 7, 8, 9, 10, 11, 12, 13, 100, 500 അത്രയും വരാം. ഇൻഫിനിറ്റി ആയിട്ട് പോകും അല്ലെ. ഇവിടെ എന്നെ ഇൻഫിനിറ്റി ആണ്, നമുക്ക് കറക്റ്റ് പറയാൻ പറ്റൂല, കാരണം ആക്സിഡന്റിന്റെ കേസാണ് അല്ലെ. ഒരു ദിവസം 1000 ആക്സിഡന്റ് നടക്കാം, 2000 നടക്കാം, 3000 നടക്കാം, എത്രയാവാം, അതങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ നമ്മൾ ഇരുന്ന് കൂട്ടാൻ നിന്നാല് P4, P5, P6, P7 നമ്മൾ എക്സാമിന് 2 മണിക്കൂറല്ല 2 ദിവസം ഇരുന്ന് കൂട്ടിയാലും അതിന്റെ ഫൈനൽ ആൻസർക്ക് എത്തൂല. അപ്പൊ എന്താ ചെയ്യാ? ഇത് ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയില്ലേ? മിനിമം 3 ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 3 ആക്സിഡന്റ് ഇൻ എ ഡേ. ഒരു ദിവസം മിനിമം 3 ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത, മിനിമം 3 ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. ഇവിടെ എന്നെ നമുക്ക് പറയില്ല അല്ലെ. അറ്റ്ലീസ്റ്റ് 3 ആക്സിഡന്റാ ചോദിച്ചിട്ടുള്ളത്, മിനിമം 3 ആക്സിഡന്റാ. അപ്പൊ എന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ എത്രയും വേണമെങ്കിൽ പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ടെക്നിക്ക് എന്താ വെച്ചാല്, ബൈനോമിയലിന്റെ കേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നത്, നമ്മൾ അങ്ങനെ കൂട്ടാൻ നിൽക്കണ്ട. 3 ആക്സിഡന്റ്, 4 ആക്സിഡന്റ്, 5 ആക്സിഡന്റ്. അതിന്റെ പകരം ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് പറഞ്ഞതിന്റെ താഴേക്കുള്ള ഏതൊക്കെയാണ്? 3ന്റെ താഴേക്കുള്ളത് ഏതൊക്കെയാണ്? 0, 1, 2. യെസ്, 3ന്റെ താഴെ 2 വരാം, 1 വരാം, 0 വരാം. ഇത് 3ഉം കാണാം. അതായത് P2 കാണുക, P1 കാണുക, P0 കാണുക. എന്നിട്ട് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, ആ ആൻസർ 1ൽ നിന്നും കുറക്കുക. കാരണം എന്താ വെച്ചാൽ പ്രോബബിലിറ്റിയുടെ ടോട്ടൽ 1 നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രോബബിലിറ്റിയും കൂടെ കൂട്ടി 1 കിട്ടുക. അപ്പൊ നമ്മൾ ഇതൊക്കെ പാടെ കൂട്ടാൻ സമയം കിട്ടൂല, നമുക്ക് നടക്കൂല, ചെയ്യാൻ കഴിയൂല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്, അതിന്റെ താഴെ 3, 4, 5, 6, 7, 9 ഉണ്ടല്ലോ, അത് കൂട്ടുന്നതിന്റെ പകരം എന്ത് ചെയ്യുക, അതിന്റെ താഴെയുള്ള P2 കാണാം, P1 കാണാം, P0 കാണാം. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ 1ൽ നിന്ന് ലെസ് ചെയ്യുക, 1ൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ഏതെങ്കിലും ഒന്ന് ചെയ്തുതരാം. P2 ചെയ്യാം, നമുക്ക് വലുത് തന്നെ ചെയ്യാം. ഒന്ന് നോക്കട്ടോ, P2 നമ്മൾ ചെയ്യാൻ പോവാണേ. അത് ഞാൻ ഇക്വേഷൻ എഴുതാൻ, ഇക്വേഷനിലേക്ക് മാറ്റുകയാണ്. ഫസ്റ്റ് P2 is equal to, ശ്രദ്ധിച്ചോളെ, P2 is equal to E raised to M. M എത്രയാണ് ആവറേജ്? ആവറേജ് എത്രയാണ്? E raised to 0.01. യെസ്, 0.1 അല്ലേ? 0.1, യെസ് 0.1 ആണ് അല്ലേ? 0.1 സർ. ഓക്കെ, 0.1. പിന്നെ M raised to, M പറയുന്നത് നമുക്കറിയാം 0.1. ശ്രദ്ധിച്ചോളിട്ടോ, M raised to X നമ്മൾ 2 ആണ് എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ X ഫാക്ടോറിയൽ അഥവാ 2 ഫാക്ടോറിയൽ. E raised to 0.1ന്റെ വാല്യൂ കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കണേ. E raised to 0.1 ആണ് കേട്ടോ, 0.1 ആണ്. അതിന്റെ വാല്യൂ ഒന്ന് പറഞ്ഞാണേ. E raised to 0.1ന്റെ വാല്യൂ 0.9048 ആണോ? യെസ്. അങ്ങനെ കിട്ടുക, നോക്കിയേ 0.1 ആണ്. അപ്പൊ നിങ്ങൾ ഈ കോളത്തിലല്ല നോക്കണ്ടത്, ഇവിടെ പോയിന്റ് അല്ല, ഇവിടെ 1, 2, 3, 4 വരുന്നത്. 0.1 ആകുമ്പോൾ നേരെ ഈ കോളത്തിൽ കണ്ടുവരിക, എന്താ 0.1. ഇനി 0.2 ആണെങ്കിൽ ഇവിടെ നോക്കണം, 0.3 ആണ് ഇവിടെ നോക്കണം, 0.4 ആണ് ഇത്, 5 ആണ് ഇത്, അങ്ങനെയാണ്. ഇവിടെ 0.1 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 0.1 ഇവിടെ നോക്കുക, അതിൽ 0 കൊടുക്കുക. അപ്പൊ ആൻസർ 0.9048 ആണ്, 0.9048 ആണ്. അത് കറക്റ്റ് ശ്രദ്ധിച്ചോണ്ടിട്ടോ. അപ്പൊ പോയിന്റ് എന്താ, E raised to 0.1 ആണ്. എത്ര കിട്ടി ഒന്ന് പറഞ്ഞാണേ, പോയിന്റ് ടേബിളിലെ ആൾക്കാരൊന്ന് നോക്കി പറഞ്ഞാണേ. 0.9048. ഓക്കെ, 0.9048 എന്ന് കിട്ടി. അടുത്തത് 0.1 raised to 2. അപ്പം കാൽക്കുലേറ്ററിൽ അടിക്കുക 0.1 into 0.1 ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കുക. 0.1 into 0.01 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 into 1 അല്ലെ, 2 into 1 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 2 into 1 2 എന്ന് കിട്ടും.
ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. 0.9048 ഇൻറ്റു 0.01 ഡിവൈഡഡ് ബൈ 2. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് നോക്ക്. .9048 into 0.01 divided by 2 is equal to കിട്ടിയാ? സീറോ പോയിന്റ് 0045. 0.0045 അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ പി ഓഫ് 2 കിട്ടിയത് കേട്ടോ. ഇനി നോക്കി ഞാൻ അതിന്റെ ആൻസർ ഒന്ന് ഓടിച്ച് പറയാണ്. പി ഓഫ് 2 ദാ നമുക്ക് കിട്ടി 0.0045. അതേപോലെ തന്നെ പി ഓഫ് 1 കാണാം, പി ഓഫ് 0 കാണാം. കിട്ടിയ ആൻസർ ഒക്കെ പാടെ കൂട്ടി നോക്കുക. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 0.9997 എന്ന് കിട്ടും. ആ ആൻസറിന് ഒന്നിൽ നിന്നും മൈനസ് ചെയ്യുക. കാരണം നമ്മളോട് 3ന്റെ താഴെയുള്ള വാല്യൂസ് അല്ല ചോദിച്ചത്, 3ന്റെ മുകളിലുള്ളതാ ചോദിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിൽ നിന്ന് ആ കിട്ടിയ ആൻസറിനെ മൈനസ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ, ഫൈനൽ ആൻസർ 0.0003 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഇത് നമ്മൾ നേരത്തെ ചോദിച്ചതിന്റെ ഒരു തല തിരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? നിങ്ങളിത് നിർബന്ധമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ, എന്നാലും ഇതിന് കറക്റ്റ് ഐഡിയ കിട്ടുള്ളേ. ഓക്കെ സാർ. ഓക്കെ, റെഡി. എന്നാല് ഞാൻ ഇതിന്റെ ഫിറ്റിംഗ് കൂടെ പറയട്ടെ, നമുക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യായിരുന്നു. പറഞ്ഞോട്ടെ, കുറച്ച് സമയം കൂടെ. ആയിക്കോട്ടെ, പറയാം. ഓക്കെ, റെഡി. നോക്കിക്കോളൂ. ഇനി ഇതും എസ് എക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബൈനോമിയലിന്റെ ഫിറ്റിംഗ് പറഞ്ഞ അതേപോലെ തന്നെയാണ് പോസോണിന്റെ ഫിറ്റിംഗും എസ് എക്ക് പല തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിറ്റ് എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് കാൽക്കുലേറ്റ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ്. കണ്ടോ? ഇതേ ചോദ്യം തന്നെയാണ് ബൈനോമിയലിൽ നമ്മൾ കണ്ടത്. ഇതിൽ നിങ്ങൾ ഒരു പണിയില്ലട്ടാ. ഇത് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞാല് നമുക്ക് ആകെ ഇവിടെ വേണ്ടത് ഇതാ എം മാത്രമാണ് അല്ലെ? എം മാത്രം കിട്ടിയാൽ മതി. എക്സ് എന്ത് ചെയ്യാ? അതാ അവിടെ 0 മുതൽ 0, 1, 2, 3, 4, 5, 6 ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ഇതാ എക്സ് 0, 1, 2, 3, 4, 5, 6 അതെടുക്കുക. പിന്നെ നമുക്ക് ആകെ വേണ്ട എം ആണ്. എം പറഞ്ഞ മീനാണ്. ഇതിന്റെ മീൻ എങ്ങനെ കാണുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇതിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യും. യെസ്, അടുത്ത കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. യെസ്, അടുത്ത കോളം ആദ്യം നമ്മൾ എഫ് എക്സ് ഉണ്ടാക്കും അല്ലെ? എഫ് എക്സ് എന്നുള്ള കോളം ഉണ്ടാക്കും. 0 × 48 0 ആണ് അല്ലെ? 1 × 27 27 ആണ്. 2 × 12 24 ആണ്. 7 × 3 21. ഇതൊരാൾ ചിലപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യും കേട്ടോ. അത് ഒന്ന് ടോട്ടൽ ആഡ് ചെയ്ത് വരും. 4 × 4 16, 1 × 5 5, 1 × 6 6. ഇത് നമുക്ക് എഫ് എക്സ് എന്നുള്ള കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ടോട്ടൽ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ എഫ് എക്സിന്റെ ടോട്ടല് 0, 27, 24, 21, 16, 5, 1. 86. യെസ്, 86 എന്ന് കിട്ടും. 86 ഡിവൈഡഡ് ബൈ എത്ര നമ്മൾ എഴുതുക? അത് 6 തന്നെ കേട്ടോ ഞാൻ എഴുതിയത്. മാറിപ്പോയതാ, അതിന്റെ തല പോയതാ. ഓക്കെ, അപ്പൊ 90 ആവും സാറേ. സോറി. അപ്പൊ എത്ര 90? ഞാൻ പറഞ്ഞോടത്ത് മാറിക്കുമല്ലേ? എന്നാ സോറി, 90 ആണ് അല്ലേ? ഓക്കെ, അപ്പൊ 90 നമുക്ക് കിട്ടും. ഇത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് അല്ലെ? എഫ് എക്സിന്റെ ടോട്ടൽ 90 എന്ന് കിട്ടും. അപ്പൊ നമുക്കറിയാം മീന് കാണേണ്ട ഇക്വേഷന് സിഗ്മ അല്ലെ? സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സിഗ്മ എഫ് എക്സ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് 90. നമ്മൾ എഴുതി 90 ഡിവൈഡഡ് ബൈ ഈ എൻ പറഞ്ഞ എന്താണ്? ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്, എഫിന്റെ ടോട്ടലാണ് അല്ലെ? ഒന്ന് പറഞ്ഞാണ് എത്ര ഫ്രീക്വൻസിയുടെ ടോട്ടല്? ഇതാ 48, 27, 12. അതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാണ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എത്രയാണ്? 21 ആണ്. 21. ഓക്കെ, അപ്പൊ നമുക്ക് 90 ഡിവൈഡഡ് ബൈ 21 എന്ന് ചെയ്യാം. 90 ഡിവൈഡഡ് ബൈ 21. അപ്പൊ എത്ര ആൻസർ കിട്ടും? മാറിയിട്ടുണ്ടല്ലോ. എഫ് എക്സ് വ്യത്യാസം ഉണ്ടല്ലോ ടോട്ടൽ ചെയ്തത്. എത്രയാണ്? നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ നോക്കിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ എഴുതിയതാ.
27, 24, 21, 16, 5, 6. എത്രയാണ് അപ്പൊ ടോട്ടൽ എത്ര കിട്ടിയേ? ഒന്ന് ചെയ്ത് നോക്കിയേ. 11, 21, 27, 28, 38, 48, 58, 68, 72, 72, 99. ആ സർ 99. യെസ് 99 ആണല്ലേ. ഓക്കെ 99 ആണ്. എഫിന്റെ ടോട്ടൽ 99 ഡിവൈഡഡ് ബൈ എഫിന്റെ ടോട്ടൽ 21 തന്നെ അല്ലേ? 21 എഫിന്റെ ടോട്ടലാ 48ന്റെ ഇവിടെ ഉണ്ട്. 21 വരുന്നില്ലല്ലോ. ഇതും ടോട്ടൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആട്ടോ. എഫ് എന്നുള്ള കോളത്തിന്റെ ടോട്ടലാണ് ചെയ്യേണ്ടത്. 100. എക്സ് അല്ലേ എഫ്? എത്ര 100 ആ യെസ് അതാണ് വാല്യൂ കേട്ടോ. 100 ആണ് വാല്യൂ. ഓക്കെ 99 ഡിവൈഡഡ് ബൈ 100. അതൊന്ന് ചെയ്ത് നോക്കി എത്രയാണ്? 0.99. 0.99. ഇതാണ് നമ്മുടെ വാല്യൂ കേട്ടോ. 0.99. ഇതാണ് ഏത് വാല്യൂ? എം 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 അല്ലെ? മീൻസ് ആവറേജ്. ഇനി പണിയൊന്നുമില്ല. എം മാത്രം ഫിറ്റ് ചെയ്യാൻ എം മാത്രം മതി നമുക്ക്. ഇനി എന്ത് ചെയ്യണം എന്നറിയാം നമ്മള്. നോക്കിയേ ഇതാ ചെയ്ത് നോക്കട്ടോ. നമ്മൾ നേരത്തെ മുമ്പ് ചെയ്ത് ഓർക്കുന്നുണ്ടാവും. ഫിറ്റിങ്ങിൽ നമ്മൾ 3 കോളം ക്രിയേറ്റ് ചെയ്യും അല്ലെ? എം ഇതാ യെസ് എം നമുക്ക് കിട്ടി 0.99 കിട്ടി. 3 കോളം ക്രിയേറ്റ് ചെയ്യുമല്ലോ ഫിറ്റ് ചെയ്യുമ്പോൾ. ബൈനോമിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ കോളം ഏതാന്ന് പറഞ്ഞാണിയെ? എക്സ് എന്നുള്ള കോളം. ഇവിടെ എക്സ് എന്നുള്ള കോളം 0 മുതൽ ഏതുവരെ എഴുതും നമ്മള്? ക്വസ്റ്റ്യൻ ഇതാ 0 മുതൽ ഏതുവരെ എഴുതും? യെസ് 6 വരെ. അപ്പൊ എക്സ് എന്നുള്ള കോളം 0, 1, 2, 3, 4, 5, 6 വരെ എഴുതും. രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞാണിയെ? യെസ് പി ഓഫ് എക്സ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും നമ്മള്? പോസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷന് അല്ലെ? അതില് പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2 അങ്ങനെ അത് കാണും. എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ താഴെ കാണാൻ ബെറ്റർ കേട്ടോ. താഴെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വേഷനൊക്കെ എഴുതി കാൽക്കുലേറ്റ് ചെയ്യണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഫൈനൽ ആൻസർ ഇവിടെ എഴുതുക. പി ഓഫ് 0ന്റെ ഫൈനൽ ആൻസർ ഇവിടെ അങ്ങനെ എഴുതി പോവുക. ലാസ്റ്റ് കോളോ? പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഇൻറ്റു എൻ അല്ലേ? അല്ല ഇവിടെ എൻ ഏതാ? പി ഓഫ് എക്സ് ഇൻറ്റു എൻ. ഇവിടെ എൻ ഏതാ? ക്വസ്റ്റ്യനിൽ എൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനിൽ എൻ എന്നുള്ള സാധനം പറഞ്ഞിട്ടില്ല. പിന്നെ ഏതാ ഇപ്പൊ നമ്മൾ എൻ ആയിട്ട് എടുക്കുക? യെസ് അതാണ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ എന്ന് തന്നാലില്ലെങ്കിലും ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് നമ്മൾ എൻ ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ പറഞ്ഞാൽ 100 ആണ്. പി ഓഫ് എക്സ് ഇൻറ്റു 100. നോക്കിയത് ചെയ്ത് നോക്കിയേ ഉണ്ടോ? ഫസ്റ്റ് കോളം എക്സ് നമ്മൾ പറഞ്ഞ പോലെ 0 മുതൽ 6 വരെ എഴുതി. രണ്ടാമത്തെ കോളം പി ഓഫ് എക്സ് ഓരോ വാല്യൂസ് കണ്ടാ ഓരോ വാല്യൂസ് ആദ്യം 0 കൊടുത്തു, പിന്നെ 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, അങ്ങനെ 6 വരെ അല്ലെ? 6 വരെ വാല്യൂസ് കണ്ട ഇതൊക്കെയാണ് അതിന് കിട്ടിയ ആൻസറുകൾ. പോയിന്റ് ഫിഗർ ആളാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 100 ഇവിടെ നമ്മളെ വലിയ എണ്ണം അറിയുന്നത് കേട്ടോ. വലിയ എണ്ണ അഥവാ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആയിട്ടുള്ള 100. ആ 100 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? ഇത് ചെയ്ത് ക്ലിയർ അല്ലേ? സാർ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് എഫിന്റെ ടോട്ടൽ കാണായിരിക്കും. അപ്പൊ അതെ നോക്കിയേ എൻ എന്ന് പറയുന്നത് ഇതാട്ടോ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആണ്. ഇനി ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിലും ഈ 100 തന്നെ തരുള്ളൂ കേട്ടോ. വേറെ വാല്യൂ തരൂല. ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആണ് എൻ അറിയുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിലും ഈ 100 തന്നെ തരാ. വേറെ വാല്യൂസ് തരൂല. വേറെ തന്ന ആൻസർ മാറും. അപ്പോ ഇതന്നെയാണ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആണ് എൻ എന്ന് പറയുന്നത്. അത്ര ആലോചിച്ചാൽ മതി. ക്വസ്റ്റ്യൻ തരാണെങ്കിലും ഈ 100 തന്നെ ആയിരിക്കും തരാ. വേറെ വാല്യൂസ് തരൂല. റൂട്ട് കറക്റ്റ് ആയിരിക്കും. മറ്റേ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസോൺ ഡിസ്ട്രിബ്യൂഷനും ഏകദേശം സെയിം തന്നെ അല്ലേ? സെയിമാ. എവിടെ മാറ്റുള്ളൂ? ഇക്വേഷനിൽ മാത്രം മാറ്റുള്ളൂ. അവിടെ പിയും ക്യൂ ഒക്കെ വരുന്ന ഇക്വേഷൻ ആണ്. ഇവിടെ ജസ്റ്റ് എം മാത്രം വരുന്ന ഇക്വേഷൻ ആണ്. ബാക്കിയൊക്കെ ചെയ്യേണ്ട രൂപം സെയിമാ. അതാണ് ഞങ്ങളോട് ഗ്രൂപ്പിലൊന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നത്. അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണണം എന്നുള്ളത്. എങ്കിലേ ഒരു ഐഡിയ ഒന്നും കൂടെ കിട്ടുള്ളൂ. റെഡി അല്ലേ? ഫിറ്റിംഗ് ഓക്കെ അല്ലേ? ഇതൊക്കെ ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാട്ടോ. ഞാൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിൽ ടെസ്റ്റ് ചെയ്താണ്. നോക്കിയേ ഫിറ്റ് എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് 0 മുതൽ 8 വരെ തന്നിട്ടുണ്ട്. അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്.
ഇത് വേറൊരു വർഷം ചോദിച്ചതാണ്. ഫിറ്റ് എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് കാൽക്കുലേറ്റ് തിയററ്റിക്കൽ ഫ്രീക്വൻസി. തിയററ്റിക്കൽ ഫ്രീക്വൻസി ആണ് നമ്മൾ ആ മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത്. അവിടെ നോക്കേ, അതൊന്നും കൂടെ സിമ്പിൾ അല്ലേ. 0 മുതൽ 5 വരെ തന്നിട്ടുണ്ട്. കണ്ടാ, ഇതൊക്കെ എനിക്ക് തോന്നുന്ന ബൈനോമിയൽ ഫിറ്റ് ചെയ്യാൻ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പോസോൺ ഫിറ്റ് ചെയ്യാനാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫിറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് എസ്സേയിൽ ചോദിക്കുന്ന ഭാഗമാണ്. അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ നോക്കുക. ഇതോടുകൂടെ ഈ 2 ക്വസ്റ്റ്യന്റെ ആൻസറും ഞാൻ അയച്ച നോട്ടിലുണ്ട് കേട്ടോ. 2ന്റെ ആൻസറും അയച്ച നോട്ടിലുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.